ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന വലിയ അവസരങ്ങൾക്കും സന്ദർഭങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രയർ ലൈൻ ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചതിനായി നന്ദി. കഴിഞ്ഞ മണിക്കൂറുകൾ, കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെ വളരെ ശക്തമായിരിക്കുന്ന ദൈവിക ആലോചന കേൾക്കുവാനും ദൈവികമായ സന്ദേശം കേൾക്കുവാനും ജീവിക്കുന്ന സാക്ഷ്യം കേൾക്കുവാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സമയം ഈ സന്ധ്യാവേളയിൽ നാം ഒരുമിച്ച് ദൈവത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് നിരന്തരമായി സംസാരിക്കേണ്ടതിനായി എല്ലാ ദൈവമക്കളും അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പൗലോസ് തിരുവെടുത്ത് തുറന്നപ്പോൾ ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറന്നതുപോലെ ഇന്ന് ചില ഹൃദയങ്ങൾ തുറക്കപ്പെടുന്ന പകലാകേണ്ടതിനായി നമുക്ക് അല്പസമയം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇരിക്കുന്ന ഭവനത്തിലിരുന്നു കൊണ്ട് എല്ലാവരും അതിരങ്ങൾ തുറന്ന് അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മളായിരിക്കുന്ന ഇടം അറിയുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കേണ്ടതിനായി ഒരുമിച്ച് എല്ലാവരും ദൈവത്തോട് ശക്തമായി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ കരം ഈ രാത്രി ഇറങ്ങട്ടെ. ദുഷ്ടപിശാച് നമ്മുടെ മീതെ വെച്ചിരിക്കുന്ന സകല നുഖങ്ങളും ഇന്ന് രാത്രിയിൽ പൊട്ടിമാറേണ്ടതിനായി ജനം ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. വചനം വായിക്കുന്നു, നീതിമാന്റെ അവകാശത്തിന്റെ മീതെ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല, ദുഷ്ടന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചു കളയുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ചില ദുഷ്ടന്റെ ചെങ്കോലുകൾ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന്, നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്ന ചില ചെങ്കോലുകൾ, നമ്മുടെ തലമുറയ്ക്കെതിരെ നിൽക്കുന്ന ചില ചെങ്കോലുകൾ, ഉയരത്തിൽ നിന്നും ഉയർച്ച തരത്തിൽ നിന്നും വാദിച്ചു നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാല പൊട്ടിമാറേണ്ടതിനായി ജനം ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സന്ധ്യാവേളയിൽ ഈ വെയിലാറിയ സമയത്ത് തോട്ടത്തിന്മേൽ നടക്കുന്ന ശബ്ദം മാതാപിതാക്കന്മാർ കേട്ടതുപോലെ ഈ വെയിലാറിയ സമയത്ത് ഞങ്ങൾ നിന്റെ സന്നിധി ഞങ്ങൾ കടന്നു വരുന്നു. പല ടൈം സോണിനകത്ത് പല രാജ്യങ്ങളിൽ നിന്ന് വീക്ഷിക്കുന്ന ദൈവമക്കൾ ഞങ്ങളുടെ നടുവിലുണ്ട്. ശക്തമായിരിക്കുന്ന ഒരു ദൈവിക വിടുതൽ നടക്കണം. ഞങ്ങളെ ഉള്ളറിഞ്ഞ് അറിയുന്നൊരു ദൈവം, ഞങ്ങളുടെ വ്യവസ്ഥകളെ അറിയുന്ന ഒരു ദൈവം, ഞങ്ങൾക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി കൂടി ചെയ്യുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ കരം ഇന്ന് പകൽക്കാലം ശക്തിയോടെ വെളിപ്പെടണമേ. എല്ലാ പൈശാചിക തലങ്ങളും എല്ലാ പൈശാചിക പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചകറ്റി പ്രാർത്ഥിക്കുന്നു. ഒരു അസാധാരണമായിരിക്കുന്ന ഒരു ദൈവ വിടുതൽ ഈ സമയം ഇറങ്ങട്ടെ. നന്മയ്ക്കാ ഒരുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ആമേൻ. വളരെ പ്രാർത്ഥന കൂടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. 110 സങ്കീർത്തനത്തിന്റെ അവസാന വേദഭാഗം ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. സങ്കീർത്തനങ്ങൾ 110 അവസാന വേദഭാഗം ഒന്ന് വായിച്ച. അവൻ വിസ്താരമായ ദേശത്തിന്റെ തലവനെ തകർത്തു കളയും, അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് അവൻ തല ഉയർത്തും. മതി. അവൻ വഴിയരെ തോട്ടിൽ നിന്ന് കുടിക്കും, അവന്റെ തല ഉയർത്തും. ആമേൻ. വിതച്ചതേ കൊയ്യുമർത്യ, നീയോർക്കാനാർപ്പോടെ കൊയ്യും ഒരു ദിനത്തിൽ. വിതച്ചതേ കൊയ്യുമർത്യ, നീയോർക്കാൻ ആർപ്പോടെ കൊയ്യും ഒരു ദിനത്തിൽ. ആത്മാവിൽ വിതച്ചാൽ ജീവനെ കൊയ്യും, ജഡത്തിൽ വിതച്ചാൽ നിത്യമാം നാശം. ആത്മാവിൽ വിതച്ചാൽ ജീവനെ കൊയ്യും, ജഡത്തിൽ വിതച്ചാൽ നിത്യമാം നാശം. വിതച്ചതേ കൊയ്യുമർത്യ, നീയോർക്കാൻ ആർപ്പോടെ കൊയ്യും ഒരു ദിനത്തിൽ. വിതച്ചതേ കൊയ്യുമർത്യ, നീയോർക്കാൻ ആർപ്പോടെ കൊയ്യും ഒരു ദിനത്തിൽ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 110 സങ്കീർത്തനത്തിന്റെ അവസാന വേദഭാഗം, അവൻ വഴിയരികിലെ തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് അവൻ തല ഉയർത്തും. അവൻ വഴിയരികിലെ തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് അവന്റെ തല ഉയർത്തും. വളരെ പ്രാർത്ഥന കൂടെ നമുക്ക് അല്പസമയം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. എൻ്റെ ടെസ്റ്റ് മണി എല്ലാവരും കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പം അതിലേക്ക് പോകുന്നില്ല. ദൈവം തന്ന ചില ദൈവിക സന്ദേശവും ആലോചനകളും ഈ സന്ധ്യാവേളയിൽ ഭാരപ്പെട്ടിരിക്കുന്ന നെടുവേർപ്പെട്ടിരിക്കുന്ന
ഒരു വലിയ ആഗ്രഹത്തോടെ വെമ്പൽ കൊള്ളുന്ന തന്റെ ജനത്തിന് ഇന്ന് സമയമെന്ന് കൈമാറിയിട്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. കർത്താവ് നമ്മെ ധാരാളമായി ഇന്ന് സമയം അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ വഴിയരികിലെ തോട്ടിൽ നിന്ന് കുടിക്കും. 110 സംഘത്തിന്റെ തന്നെ അവസാന വേദഭാഗമാണ്. നമുക്കറിയാമെന്ന സുപരിചിതമായ ഒരു സങ്കീർത്തന വേദഭാഗമാണ്. അവൻ വഴിയരികിലെ തോട്ടിൽ നിന്ന് കുടിക്കും, അവന്റെ തല ഉയർന്നിരിക്കും. അതിനർത്ഥം എന്നെ ചോദിച്ചാൽ, ഈ കാലഘട്ടങ്ങളിൽ ദൈവജനം മുഴുവനും, ദൈവമക്കൾ മുഴുവനും തല ഉയർത്തി ശത്രുവിന്റെ മുമ്പാകെ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മാനുഷികമായ ചില ആഗ്രഹങ്ങളുണ്ട്. നാം തല ഉയരരുത്, നാം നന്നാകരുത്, നാം ഗുണം പിടിക്കരുത്, നിന്റെ എൻ്റെ തലമുറ രക്ഷപ്പെടരുത്, നീയും ഞാനും നല്ലവണ്ണം ജീവിച്ച് പുറത്തു വരാതിരിപ്പാൻ ശത്രു എത്രയൊക്കെ പ്രശ്നങ്ങൾ, പ്രഹരങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ അയച്ചുവിട്ടാലും ഒരു മനുഷ്യനെ, ഒരു ഭക്തനെ കണ്ട കർത്താവ് പറയുകയാണ്, നിന്റെ തല ഉയർത്തുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. വചനത്തിൽ വായിക്കുന്നു, ഞാൻ ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മീതെ ഞാൻ എൻ്റെ തല ഉയർത്തും. ദാവീദ് പറയുക, ഞാൻ ചുറ്റുമുള്ള ശത്രുക്കളുടെ. അതിനർത്ഥം ചോദിച്ചാൽ അവന്റെ ചുറ്റും മുഴുവനും ശത്രുക്കളായിരുന്നു. അവൻ മിത്രമെന്ന് വിചാരിച്ചവർ പോലും സെക്കൻഡുകൾക്കകത്ത് അവന് ശത്രുക്കളായി മാറി. ആമേൻ. ഒരിക്കലും പാട്ടുകാരൻ ഇങ്ങനെ പാടിയല്ലോ, സ്നേഹിതന്മാരെല്ലാം ശത്രു നിരകളിലായി അണിനിരന്ന് അനുദിനം പടപൊരുതുമ്പോൾ ഒരു പടനായകൻ എനിക്കുണ്ടെന്ന്. മനസ്സിലായോ? അതിനർത്ഥം ചോദിച്ചാൽ കഴിഞ്ഞ വർഷം വരെ, കഴിഞ്ഞ മാസം വരെ, കഴിഞ്ഞ ചില മണിക്കൂറുകൾ വരെ സ്നേഹിതനെ പോലെ നിന്നിട്ട് ഇന്ന് ശത്രുപക്ഷത്തിൽ നിന്ന് എങ്ങനെങ്കിലും നാം തകരാൻ വേണ്ടി ഒരു ഗോലിയാത്ര സമമായി നമുക്കെതിരെ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ കണ്ട് ഭയന്ന് വിറച്ച് വിറങ്ങലടിച്ച് ഏലിയാവ് പണ്ടിരുന്ന പോലെ ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് കൊണ്ട് ഇരിക്കാനല്ല കുഞ്ഞേ ദൈവാത്മാവ് നമ്മോട് ഇടപെടുന്നത്. ഇന്ന് പകൽക്കാലം എവിടെ ഇരുന്നാലും നിന്റെ തല ഉയരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ തല താഴുവാൻ കുടുംബക്കാർ ആഗ്രഹിക്കും. നിന്റെ തല താഴുവാൻ രക്തബന്ധങ്ങൾ പോലും ആഗ്രഹിക്കും. കൂടെ നിൽക്കുന്നവർ പോലും നിന്റെ തല താഴണം, നീ കരയണം, നീ നിന്ദിക്കപ്പെടണം, നിന്റെ ജീവിതത്തിനകത്ത് പ്രത്യാഘാതങ്ങൾ വരണമെന്ന് പിശാചും മനുഷ്യനും ഒരുമിച്ച് സംഘം ചേർന്ന് നിനക്കെതിരെ നിൽക്കുമ്പോൾ തമ്പുരാൻ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വന്ന ഓരോ ജനത്തെയും തട്ടി ഉണർത്തിക്കൊണ്ട് പറയുന്നു, നിന്റെ തല താഴുകയല്ല, നിന്റെ തലയെ ദൈവം ഉയർത്തുന്ന ചില നാളുകൾ. എത്ര പേര് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ തല താഴ്ത്തുന്നവനല്ല, ഞാൻ തല ഉയർത്തുന്നവനാ. ആരുടെ മുമ്പാകെ ഞാൻ തല ഉയർത്തും? ശത്രുക്കളുടെ മുമ്പാകെ. 27 സംഘത്തിൽ വായിക്കുന്ന, എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മീതെ ഞാൻ എൻ്റെ തല ഉയർത്തുമെന്ന്. അതിനർത്ഥം എന്നെ ചോദിച്ചാൽ എനിക്ക് മുഴുവനും ശത്രുക്കളാ. ഹല്ലേലൂയ. ദാവീദിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും, ദാവീദ് പലവട്ടം പറയുന്നുണ്ട്, ആമേ കർത്താവേ സ്വതം എന്നെ വേട്ടയാടുന്ന 2 പേരെ കയ്യിൽ നിന്ന് വിടുവിക്കാനല്ല പറഞ്ഞത്, എന്നെ വേട്ടയാടുന്ന 5 പേരെ കരുത്തിൽ വിടുവിക്കാനല്ല, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കരത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം. എന്നെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് സ്നാനപ്പെട്ടതിന് ശേഷം ആമേ കഴിഞ്ഞ നാളുകളെക്കാൾ കൂടുതൽ ശത്രുക്കൾ നിനക്കായെങ്കിൽ ഓർത്തോണം, അതിനപ്പുറമായിട്ട് കർത്താവ് അതിനെ മാനിക്കാൻ ഇന്ന് രാത്രി പദ്ധതി ഇടുന്നുണ്ട്. ഹല്ലേലൂയ. എത്രമാത്രം ശത്രുക്കൾ വർദ്ധിക്കുന്നു അത്രമാത്രം മിത്രങ്ങളും നിനക്ക് വർദ്ധിക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എത്രമാത്രം പ്രതികൂലത്തിൽ കൂടി കടന്നുപോയാലും അതിനേക്കാൾ ശ്രേഷ്ഠകരമായി ചില ശുശ്രൂഷകൾ കൂടി കാലഘട്ടത്തിൽ ചെയ്യുവാൻ ദൈവം നമ്മെ നിയോഗിക്കാൻ പോകുക. ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ കഷ്ടതയേക്കാൾ കൂടുതൽ ഞാൻ നന്മ പ്രാപിക്കാൻ പോകുക, എൻ്റെ കഷ്ടതകൾ കൂടുതൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കാൻ പോകുക, എനിക്ക് നേരെ വന്ന കഷ്ടത ശക്തമാണെങ്കിലും അതിനേക്കാൾ ഇരട്ടി തരാൻ എൻ്റെ കർത്താവ് എൻ്റെ മീതെ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഇന്ന് രാത്രിയിലും അകം തുറന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രിയിൽ തല ജനത്തെ തൊടുന്ന രാത്രിയ റാഠൂലിയ ഹദാരഗസി അന്ധൽകമാനഗസി അടഞ്ഞു കിടക്കുന്ന വിഷയത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുക, കുഞ്ഞെ നിന്റെ തല ഉയരാൻ പോവാ, നിന്റെ തല താഴുകയല്ല, നിന്റെ തല ഉയരും. എത്ര പേര് വിശ്വസിക്കുന്നവർ മാത്രം മൈക്ക് ഓൺ ചെയ്തില്ലെങ്കിലും നിങ്ങൾ അതരം തുറന്ന് ഭവനങ്ങളിൽ നിന്ന് പറഞ്ഞാട്ടെ, ഞാൻ തല താഴ്ത്തുന്നവനല്ല, എന്റെ തലയെ ഉയർത്തുന്നൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ എന്റെ തല ഉയരും. പിശാചിനെ നോക്കിക്കൊണ്ട് പറ, സാത്താനെ നോക്കിക്കൊണ്ട് പറ, പിശാചിനെ നോക്കിക്കൊണ്ട് പറ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാൽവറിയിൽ എനിക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ആ രക്തത്തിന്റെ ചുടുനണം അകത്തുള്ള ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് പ്രതികരിച്ചാട്ടെ, എന്റെ തല താഴുകയല്ല, എന്റെ തല ഉയരാൻ പോവാ. In the name of Jesus. അത്ഭുതത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ജനം, എന്റെ വാക്ക്, എന്റെ ശബ്ദം കേൾക്കുന്ന സകല ജനത്തോടും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, കുഞ്ഞെ നീ ഇനി കരയത്തില്ല, നീ ഇനി സന്തോഷിക്കുന്ന ചില നാളുകളാ. നീ
നിന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്ത നീ എന്റെ രട്ട അഴിച്ച് എന്നെ സന്തോഷമെടുപ്പിച്ചെങ്കിൽ ഇന്ന് ചില വിലാപങ്ങൾ അഴിയുന്നു, ഇന്ന് ചില രട്ട അഴിയുന്നു, ഇന്ന് ചില സന്തോഷം ഉടിപ്പിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരം തിരിച്ചറിഞ്ഞ ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. എന്റെ തല ഉയരുന്ന സീസണാണ് ഈ സീസൺ. അതിനായി ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. തല താഴ്ത്തുമെന്നൊക്കെ ആരൊക്കെ പറഞ്ഞാൽ, എന്റെ പ്രസംഗ ഭാഷ പറഞ്ഞാൽ ഇസബേലും അവിടെ ഏജന്റുമാരെല്ലാം കൂടി വന്നാലും പ്രാർത്ഥിക്കുന്നവന്റെ തല താഴത്തില്ല, നിലവിളിക്കുന്നവന്റെ തല താഴത്തില്ല, നിലവിളിക്കുന്നവന്റെ തല ഉയരും. എന്തിനു വേണ്ടി എന്നാ ഞാൻ പറയാൻ പോകുന്നത്? എന്തിനു വേണ്ടി തല ഉയർത്തണം എന്ന് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ തല ഉയരുമെന്നേ, നമ്മുടെ തല ഉയരും. നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ ഓർത്തോണം, നിന്റെ മുമ്പേ ശത്രുക്കൾ വളരെയാണ്. പക്ഷെ തമ്പുരാൻ പറയുന്നു, അവർ പ്രതികൂലമാണെങ്കിലും ഞാൻ നിനക്ക് അനുകൂലമാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്റെ കർത്താവ് എനിക്ക് അനുകൂലമാണ്? എന്റെ കർത്താവ് എനിക്ക് അനുകൂലമാ. നെഹമ്യാവ് ഒരിക്കൽ 2-ാം അധ്യായത്തിൽ ഒരു വാക്യം വിളിച്ചു പറഞ്ഞില്ലേ? നെഹമ്യാവ് 2-ാം അധ്യായത്തില് ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്തയുണ്ട്. നെഹമ്യാവ് വിളിച്ചു പറയുന്നു, എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമാ. അതുകൊണ്ട് സൻബല്ലത്തെ, തോബിയാവേ, നിന്റെ കൂടെ 25 പേരോടെ നീ കൂട്ടിയാലും എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് പ്രതികൂലമാകത്തില്ല. എന്നെ വിളിച്ചവന്റെ കരം എനിക്ക് അനുകൂലമാണെങ്കിൽ ഇവിടെ ഞങ്ങൾ മതിൽ പണിയും, ഇവിടെ ഞങ്ങൾ കോട്ടകൾ പണിയും, ഇവിടെ ഞങ്ങൾ ആലയം പണിയും. ദുഷ്ടപിശാചിനെ നോക്കി ഭയമില്ലാത്തൊരു വിളിച്ചു പറഞ്ഞാട്ടെ, ഞങ്ങളെ പണിയാൻ ദൈവം വിളിച്ചതാണെങ്കിൽ തല നോർത്ത് നിന്ന് ഞങ്ങൾ പണിയുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്ക് ഈ രാത്രിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്തുള്ള ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. നിന്റെ തല താഴത്തില്ല, നിന്റെ തല ഉയരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്ത. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ തല താഴത്തില്ലെന്നേ, നമ്മുടെ തല ഉയരുമെന്നേ. 10-ാം അധ്യായത്തിന്റെ 110-ാം സംഘത്തിൽ ആദ്യത്തെ വാക്യത്തിലുണ്ട്. നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ഞാൻ വളരെ ശക്തമായിട്ട് ശാന്തമായിട്ട് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. 110-ാം സംഘത്തിലുണ്ട്, യഹോവ എന്റെ കർത്താവിന് അരുളിച്ചെയ്തത്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ പാദപീഠമാക്കുമ്പോഴും നീ എന്റെ വലത്ത് പാതിരിക്കാം. രാമൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ശത്രുവിന്റെ പാദപീഠത്തിലേക്ക് നീ പോകുകയല്ല, നീ ഇരിക്കുന്ന ഇടത്ത് ശത്രുവിനെ ഇവിടെ കൊണ്ട് മുട്ടുകുത്തിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് ഈ രാത്രി നാം ആരാധിക്കുന്നത്. ആമേൻ. നിന്റെ ശത്രുവിനെ നിന്റെ പാദപീഠമാക്കുമ്പോഴും നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. അടുത്ത വാക്യം, നിന്റെ ബലമുള്ള ചെങ്കോൽ സിയോനിലേക്ക് നീട്ടും. ആമേൻ. നീ നിന്റെ ശത്രുക്കളുടെ മീതെ വാഴും. ഒന്നുകൂടെ ഞാൻ പറയാൻ പോവാണ്, നീ നിന്റെ ശത്രുക്കളുടെ മുമ്പാകെ വാഴും. ശത്രുവിനെ പയ്യുന്ന വിറ്റുപറക്കി ഓടാനല്ല കർത്താവ് നിന്നോട് പറയുന്നത്. ശത്രു ആമേൻ സ്തോത്രം നിൽക്കുമ്പോൾ, അവൻ ആമേൻ ആരമാരം മുഴക്കുമ്പോൾ അവന്റെ മീതെ വാഴാനുള്ള കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പറഞ്ഞാട്ട്, വേരോടെ പറിച്ചു മാറ്റുമെന്ന് പറഞ്ഞ ഇസബേലിന്റെ മുമ്പിൽ, ആമേൻ വേരോടെ തകർത്ത് കളയുന്ന ആഹാബിന്റെ മുമ്പിൽ ഒരു ഏലിയാവിന്റെ ശുശ്രൂഷക ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ആരോ വെല്ലുവിളിക്കുന്നുണ്ട്, എവിടെയോ ചില വെല്ലുവിളികൾ നടക്കുന്നുണ്ട്. അത് അവരെ പരിപാടി അവർ ചെയ്തോട്ടെ. പക്ഷെ നമ്മളെ നിർത്താൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ നിർത്തും എന്ന് ഉറപ്പുള്ളവർക്കായി ഈ രാത്രിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രുക്കളുടെ മീതെ വാഴണം. 2025 വിറ്റുപറക്കി ഓടാൻ ആരെങ്കിലും അത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നോണം. കർത്താവ് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ചില വിഷയത്തിനകത്തൊക്കെ ദൈവിക വിടുതലുകൾ നടക്കും. ഹല്ലേലൂയ. അത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവികമായ ചില വിടുതലുകൾ ദൈവം ചെയ്യും. ഞാൻ 2-3 പദം ഞാനിന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ തല ദൈവം ഉയർത്തുന്നത്? സ്തോത്രം. അല്ല, ആരും ചീത്ത പറയാനല്ല, ആർക്കെതിരെ. മുമ്പ് ദൈവദാസൻ പറഞ്ഞ ചില വേടുകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. യായിറോസിന്റെ വീട്ടിലൊക്കെ യേശു കർത്താവും 2-3 പേരും കൂടെ പോയത്. യേശു എല്ലാവരെയും ഒന്നും കൊണ്ടുപോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് 2-3 പേരുണ്ട്. യോഹന്നാനുണ്ട്, പത്രോസ് ഉണ്ട്, യാക്കോബുണ്ട്. ഇവര് 3-നെയും കൊണ്ടാ പോകുന്നത്. കാരണം ഇവർ പ്രാർത്ഥനക്കാരാ. ഈ പ്രാർത്ഥനക്കാർ കൂടെ ഉണ്ടെങ്കിൽ വലിയ വിടുതൽ നടക്കും കേട്ടോ. നല്ല രാമയും പറയാം. പ്രാർത്ഥിക്കുന്നവരെ കൂടെ ഉള്ളെങ്കിലുണ്ടല്ലോ ഭയങ്കര മിറക്കൽ നടക്കാൻ പോവുക. എന്റെ കർത്താവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. പ്രാർത്ഥിക്കുന്നവൻ കൂടെ ഉണ്ടെങ്കിൽ വലിയ വിടുതലേക്ക് നടക്കാൻ പോകും കേട്ടോ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിന്റെ ആമേൻ. ഹല്ലേലൂയ. ദാസന്മാരെല്ലാം ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ആത്മാ പറയുന്നു, പ്രാർത്ഥിക്കുന്നവനാണ് എന്റെ കൂട്ടാളിയെങ്കിൽ, പ്രാർത്ഥിക്കുന്നവനാണ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 3 പേരെയും കൂട്ടിക്കൊണ്ട് യേശു കർത്താവ് യായിറോസിന്റെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തെ കൊച്ചു മരിച്ചു കിടക്കുക.
സ്തോത്രം. അവർ ചെന്നപ്പോഴേ പറഞ്ഞു, ചോദിക്കുന്നതിന് മുമ്പേ പറഞ്ഞു, ആമി യായിറോസിന്റെ മോള് മരിച്ചുപോയി കേട്ടോ. സ്തോത്ര. സമയാമാൻ രഥം പാടുവാൻ വേണ്ടി സിയോൻ ഗീതാവലിയും കൊണ്ടിരിക്കുന്ന പാർട്ടികളെയൊക്കെ കണ്ട് കരയ്ക്കുന്ന, കള്ളക്കരച്ചിൽ കരയുന്ന സകല പുള്ളികളുടെയും കർത്താവ് പറഞ്ഞു എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കിയിട്ട് തമ്പുരാൻ അകത്തോട്ട് കയറി. ആരൊക്കെ ഉണ്ടായിരുന്നു? ശിഷ്യന്മാരെ 3 പേരും ഉണ്ടായിരുന്നു, യേശുവും ഉണ്ടായിരുന്നു, ആ കൊച്ചിന്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. ഇതാ വിടുതലെന്ന് പറയുന്നത്. ഒരു അമ്മാച്ചനെയും വിളിച്ചില്ല, ഒരു ഉപ്പാപ്പനെയും വിളിച്ചില്ല, ഒരു ആന്റിമാരെയും വിളിച്ചില്ല, ആരെയും വിളിച്ചില്ല. ചിലതൊക്കെ വട്ടം കൂടിയൊക്കെ പലയിടത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ചിലതിനെ തമ്പുരാൻ അടുപ്പിക്കത്തില്ല നിന്റെ വീടുമായിട്ട്. ഒരു നല്ല രാമയും പറഞ്ഞാട്ടെ. ഒന്നുകൂടെ ഞാൻ പറയാം, എത്ര പേര് ഇത് വിശ്വസിക്കുന്ന എനിക്ക് അറിയത്തില്ല. ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും നിന്റെ വീടുമായിട്ട് പോലും ദൈവം അടുപ്പിക്കത്തില്ലെന്ന്. ദൈവത്തിന്റെ പദ്ധതിയുള്ളവരല്ലാത്തവരൊന്നും നിന്റെ വീട്ടിന്റെ കോമ്പൗണ്ടിൽ കാണിച്ചു വട്ടം ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതിയുടെ തകർച്ച കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്ന സകലതിനെയും ദൈവം അടിച്ച് പുറത്താക്കുന്ന ഒരു സീസൺ ദൈവം തുറക്കാൻ പോവാ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ മരണം നടക്കണം, നിന്റെ മോളൊന്ന് മരിച്ചു കിടക്കുന്ന കാണാം, നിന്റെ ക്കെതിരെ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറും. നിന്റെ ആശ്രയമാ നിന്റെ മകൻ, നിന്റെ ആശ്രയമാ നിന്റെ മകൾ. പലപ്പോഴും അതിനെ പോലും ഭൂമിയിൽ ഉറപ്പിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന പിശാചിനോട് തന്റെ ഇടമുള്ള ദൈവമക്കൾ പറ, പിശാച് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ രക്തത്തിന്റെ മുദ്രയ്ക്കകത്ത തമ്പുരാൻ ഞങ്ങളെ മുദ്രകിട്ട കാലത്തോളം ഒരു ശക്തിക്കും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച ഒരു ദൈവത്തിന്റെ വചനം നമ്മൾ ഓർത്തു പോകുക. അതുകൊണ്ട് യൈറോസിന്റെ വീട്ടിലേക്ക് യേശു കർത്താവ് ചെന്നപ്പോ കരയുന്നവരെയൊക്കെ പുറത്താക്കി. കർത്താവിന്റെ ശുശ്രൂഷയൊക്കെ ഭയങ്കര ശക്തമാണ്. ഞാൻ എപ്പോഴും ഈ വചനം വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ദൈവദാസന്മാരുടെ പ്രസംഗം കേൾക്കുമ്പോഴും ചില ദൈവദാസന്മാരുടെ വചനം ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ എന്റെ മനസ്സിൽ ഓടി വരുന്നൊരു ചിന്ത ഞാൻ പറയാ, കർത്താവിന് ഇഷ്ടമില്ലാത്തതിനെ എല്ലാം തമ്പുരാൻ അടിച്ച് പുറത്താക്കും. യെരൂശലേം ദേവാലയത്തിനകത്ത് യേശു കടന്നു ചെന്നപ്പോൾ പൊന്മാണിഫക്കാരും പ്രാവിനെ വിൽക്കുന്നവരും അവരെ എല്ലാം അടിച്ച് പുറത്താക്കിയിട്ട് ഒറ്റ പദ പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കല്ലെന്ന് പറഞ്ഞ് കർത്താവ് ചിലതിനെ അടിച്ച് പുറത്താക്കി. ഈ പള്ളിക്കകത്ത് ബിസിനസ്സുകാരെ ദൈവം പൊട്ടിക്കും, പള്ളിക്കകത്ത് ഏജന്റുമാരെ ദൈവം പൊട്ടിക്കും. ദൈവസഭയ്ക്കകത്ത് ആരാധനയ്ക്ക് വിരോധം നിൽക്കുന്ന സകല കൂട്ട് ബിസിനസ് പദ്ധതികളും ദൈവം പൊട്ടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരുമായിട്ട് കൂടി ഒരു വലിയൊരു ആരാധന ദിവസങ്ങൾ നമ്മുടെ അകത്ത് തുടങ്ങാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒന്നിക്കാൻ പോവാ. അന്ധകാരത്തോട് വിളിച്ചു പറ, ദുഷ്ടപിശാച് നിനക്കെന്നെ കവർ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ എന്റെ കർത്താവ് എന്നെ അഭിഷേകം കൊണ്ട് ഇന്ന് രാത്രി നിറയ്ക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന കരയുന്ന ചില പ്രിയപ്പെട്ടവരുടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ചിലത് നിന്റെ വീടുമായിട്ട് ദൈവം അകറ്റിക്കളയാൻ പോകട്ടോ. ഹല്ലേലൂയ. ആമേൻ. ചിലതിനെ നിന്റെ കോമ്പൗണ്ട് ദൈവം അടുപ്പിക്കത്തില്ല. ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും നിന്റെ വീട്ടിൽ വരാൻ പോലും ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും നിന്നോട് അടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. മറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുള്ളവൻ നീമായിട്ട് ജോയിന്റ് ആകും. ഹല്ലേലൂയ. ദൈവത്തിന് ഹിതമുള്ളവൻ നീമായിട്ട് കണക്ഷൻ ആകും. അത് വലിയ വിടുതലക്കും അനുഗ്രഹത്തിലും വരും. ദൈവത്തിന് ഹിതമില്ലാത്തവർ ഔട്ടാകട്ടെ എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? ദൈവത്തിന് ഹിതമില്ല ഉള്ളവർ ഇതുമായിട്ട് ജോയിന്റ് ആകാൻ പ്രാർത്ഥിക്കുക എത്ര പേരുണ്ട്? യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തൊരു പ്രൊഫറ്റിക്കൽ സ്പിരിറ്റ് ഇന്ന് പകൽക്കാലം വ്യാപരിക്കുക. ചിലര് ദൈവം അഭിഷേകത്തെ പുറത്തു കൊണ്ടുവരാൻ പോവാ, ചിലര് ദൈവം ആനന്ദത്തെ പുറത്തു കൊണ്ടുവരാൻ. മതി കുഞ്ഞെ കരഞ്ഞത്, മതി നിലവിളിച്ചത്, ഇനി നിന്റെ അനുഗ്രഹത്തിന്റെ സീസണാ. നാളുകളെ കരഞ്ഞും നിലവിളിച്ചും ഭാരപ്പെട്ടും ആരോഗ്യം പോലും കളഞ്ഞ് രോഗിയായി തീർന്നവരിനകത്തുണ്ട്. എന്നാൽ അവരുടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആഴമായി പ്രവചിക്കുകയാണ്. നിന്റെ കരച്ചിൽ മാറ്റിയിട്ട് നിന്നെ ആനന്ദമുടിപ്പിക്കാൻ, നിന്നെ സന്തോഷമുടിപ്പിക്കാൻ, നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ജീസസ് നെയിം. അതുകൊണ്ട് ശത്രുക്കളുടെ മീതെ അങ്ങ് വാഴണം. 110 രണ്ടാമത്തെ വാക്യം അതല്ലേ, ശത്രുക്കളുടെ മുമ്പാകെ വാഴണം. അപ്പൊ 110 അവസാനം നാം വായിച്ചത്, നീ വഴികര തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് നിന്റെ തല ഉയരും. ഞാൻ പറഞ്ഞ ഒന്നൊരു ചിന്ത ഞാൻ പറഞ്ഞു വരാം. അബ്രഹാം ഒരിക്കൽ യാഗപീഠം പണിയാൻ വേണ്ടി കർമ്മേന്റെ സമയം മോറിയാമലയിൽ ഹല്ലേലൂയ കയറി യാഗപീഠത്തിന് പോയപ്പോ അവിടെ ചെന്ന് യാഗപീഠമൊക്കെ ഒരുക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേന് സ്തോത്രം, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. അവൻ തിരിഞ്ഞ് തല പൊക്കി നോക്കുന്നൊരു വചനമുണ്ട് അവിടെ. തല പൊക്കി നോക്കിയപ്പോ കണ്ടത് മകന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെയാ.
മകന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ. തല പൊക്കിയപ്പോ നോക്കിയത് പിശാചിനെ അല്ല കണ്ടത്, തല പൊക്കിയപ്പോ നോക്കിയപ്പോ അന്ധകാരത്തെ അല്ല കണ്ടത്, തല പൊക്കിയപ്പോ കണ്ടത് തലമുറയ്ക്ക് വേണ്ടി കൊമ്പ് കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന ഒരു കുഞ്ഞാടിനെയാ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പ്രവചിച്ച് ശക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്, തല പൊക്കുമ്പോൾ ചില തലമുറയുടെ നന്മ കാണാൻ പോവാ. തലമുറയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ചില വിടുതലുകൾ ഇന്ന് രാത്രി ചിലര് കാണാൻ പോവാ. അതാണാകട്ടെ അത് പെണ്ണാകട്ടെ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന സന്തതിയുടെ വിടുതലുകൾ നിലവിളിക്കുന്ന നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ നിന്റെ തലയെ ദൈവം ഉയർത്താൻ പോവാ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഓ രാമന, നിന്റെ തലമുറ നന്നാകത്തില്ലെന്ന് നിന്റെ മുഖത്തു നോക്കി പറഞ്ഞവരുടെ നടുവിൽ, നിന്റെ തലമുറ ഗുണം പിടിക്കത്തില്ലെന്ന് നിന്റെ മുഖത്തു നോക്കി പറഞ്ഞവരുടെ നടുവിൽ, ഉടാമന റമന ആശ്രയമില്ലാതെ നിന്റെ തലമുറ തെണ്ടി നടക്കത്തുള്ളെന്ന് പറഞ്ഞവരുടെ നടുവിൽ കർത്താവ് പറയുന്നു, നിന്റെ സന്തതിയുടെ ഉന്നതി ഉയർച്ചകൾ നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ ദൈവം നിന്നെ അഭിഷേകമുള്ളവളായി മാറ്റാൻ പോവാ. കരയുന്ന അമ്മമാരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ കേട്ടോ. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, റീമാന ശലാറ്റി അന്തൽ ഖമാനസി, എനിക്കറിയാം ഹൃദയം തകർന്നവരിനകത്ത് വന്നിട്ടുണ്ട്, ഹൃദയം ഉടഞ്ഞവരിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി പറയുന്നു, എന്റെ കുഞ്ഞിന്റെ നന്മ എനിക്ക് കാണാൻ പറ്റുമോ? എന്റെ മോടെ നന്മ എനിക്ക് പ്രാപിക്കാൻ പറ്റുമോ? എന്റെ മകന്റെ നന്മ എനിക്ക് പ്രാപിക്കാൻ പറ്റുമോ? മകനെ പറ്റി ഒത്തിരി കണക്കുകൂട്ടൽ നിനക്കുണ്ട്, മകളെ പറ്റി ഒത്തിരി സ്വപ്നങ്ങൾ നിനക്കുണ്ട്, അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഭാഷയിൽ ദൈവാത്മ വിളിച്ചു പറയുന്നു, ഇല്ല. ഉദരത്തിനകത്ത് വഹിക്കാൻ മാത്രമല്ല ദൈവം നിന്നെ ലോകത്തെ സൃഷ്ടിച്ചത്. നിന്റെ തലമുറ ഉദരത്തിനകത്ത് വഹിച്ചിട്ട് പ്രസവിച്ചിട്ടിട്ട് ഒരു 10 വർഷം വളർത്തിയിട്ട് അല്ല 20 വർഷം വളർത്തിയിട്ട് അവന്റെ നന്മ കാണാതെ പോകാനല്ല അമ്മയായിട്ട് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവളുടെ നന്മ കാണാൻ ആയുസിട്ട ദൈവം. ആമേൻ. എന്നോട് ദൈവാത്മ ശക്തമായി പറഞ്ഞ ആയുസിനെ ചുരുക്കി കളയുവാൻ പദ്ധതിയിടുമ്പോഴും ദൈവാത്മ പറയുന്നു, ഇന്ന് പകലിൽ നീ ഒരു അത്ഭുതമായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയും 2025 5-ാം മാസത്തേക്ക് നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി വിളിച്ചു പറയുന്നു, നീ തലപൊക്കി നോക്കിക്കോ. ആമേൻ. ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നന്മ എന്റെ കർത്താവ് നിന്റെ കണ്ണുകൊണ്ട് കാണിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ആ നന്മ കാണും, ഞാൻ ആ നന്മ കാണും, ഞാൻ ആ നന്മ കാണും, ഞാൻ ആ വിടുതൽ കാണും, ഞാൻ ആ വിടുതൽ കാണും, ഞാനൊരു വിടുതൽ കാണും. ഷീജ രാജു, ശക്തമായിട്ട് മകളെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞ്, മുട്ടിപ്പിച്ച് കളഞ്ഞ്, ഇല്ലായ്മ ചെയ്ത് കളഞ്ഞ് റാൻറ്റുവിന് ഒരു മരണത്തിലേക്ക് തന്റെ ജീവിതം അവസാനിപ്പിച്ച് കളയാ. ഇനി ജീവിക്കേണ്ടത് പോലെ പലപ്പോഴും മനസ്സിനകത്ത് തത്രപ്പാടെടുത്തുകൊണ്ട് ഇതിനെ തകർത്ത് കളയാ നോക്കി ഒരു വല്ലാത്ത വ്യാപാരത്തിന്റെ മുമ്പിൽ ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കും. ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കും. ചേർന്ന് പറഞ്ഞാട്ടെ, എന്നെ കർത്താവ് ഒരു അത്ഭുതമാക്കാൻ പോവാ, എന്നെ കർത്താവ് ഒരു വിടുതലാക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് രാത്രി ചിലരെ തൊടുകയാ. ഇതിനകത്ത് വന്ന ചിലതിനെ ദൈവാത്മാവ് ഇന്ന് പകൽക്കല തൊടുകയാ. അസാധാരണമായിരിക്കുന്ന ഒരു ദൈവിക വിടുതലൊക്കെ തുടങ്ങുക. ചില രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയുകയാ. നിന്നെ തല ഉയർത്തത്തില്ലെന്ന് വെല്ലുവിളിച്ച്, നിന്റെ തല ഉയരത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ദുഷ്ട പിശാചിനോട് വിളിച്ചു പറ, പിശാചി നിനക്കെന്നെ ഈ കാലഘട്ടത്തിൽ തൊടാൻ കഴിയത്തില്ല. ഞാൻ എന്റെ സന്തതിയുടെ നന്മ കണ്ടിരിക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോ കണ്ടത് എന്താണെന്നറിയാമോ? ആമേൻ. മകന് വേണ്ടി ഒരുക്കപ്പെട്ട നന്മയാ കേട്ടോ. നിങ്ങൾ ഈ വർഷം ഈ ദിവസങ്ങളിൽ തലപൊക്കി നോക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ നന്മ കാണും. എത്രയൊക്കെ നോക്കിയാലും നിന്റെ കുഞ്ഞിന്റെ നന്മ കാണത്തില്ലെന്ന് വെല്ലുവിളിച്ചിട്ട് നടുവിൽ അത്ഭുതം കാണും കേട്ടോ. സൂസൻ ആന്റി, ഓസ്ട്രേലിയ, പരിശുദ്ധാത്മാവങ്ങളുടെ ദാസിയോട് വ്യക്തമായി പറയുന്ന, ദൈവം നന്മ കാണാനാ ഒരു തലമുറയ്ക്ക് ജന്മം കൊടുത്തത് കേട്ടോ. ഹല്ലേലൂയ. നന്മ കാണുന്നത് പലപ്പോഴും ചിന്തിക്കും, കർത്താവ് എന്റെ കാലം കഴിഞ്ഞ് എന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന സൂസൻ ആന്റിയോട് ദൈവാത്മാ പറയുന്നു, കർത്താവിന്റെ ആത്മാ പറയുന്നു, തലമുറയ്ക്ക് മീതിയുള്ള വിടുതലുകൾ കണ്ണാൽ കാണത്തക്ക നിലവാരത്തിൽ ആയുസിട്ട ദൈവത്തിന് നന്ദി പറഞ്ഞോണ്. ചില്ലറയല്ല കരഞ്ഞ കണ്ണുനീര് വാരിയെറിഞ്ഞത്, അല്പമൊന്നുമല്ല കരഞ്ഞ കണ്ണുനീര് വാരിയെറിഞ്ഞത്. അത്ഭുതകരമായ ഒരു വിടുതൽ അങ്ങയുടെ ദാസിയുടെ മേൽ നടക്കുന്നു. വിശ്വസിക്കുന്നവർ ആ കുടുംബത്തെ ഓർത്ത് ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ആ കുടുംബത്തിന്റെ ഇരുളുകൾ പൊട്ടുന്നു, ആ കുടുംബത്തിനകത്ത് ഇരുച്ചകൾ പൊട്ടുന്നു, ആ കുടുംബത്തിനകത്ത് ശൂന്യതകൾ പടിയിറങ്ങുന്നു, ആ കുടുംബത്തിനകത്ത്
ദുഷ്ടപിശാചിന്റെ വാദങ്ങൾ തകരുന്നു. തലമുറയുടെ നന്മ കാണത്തില്ലെന്ന് വിധി പറഞ്ഞ ദുഷ്ടപിശാച് നേർക്ക് നേരെ വിളിച്ചു പറ, ഞാൻ ആ നന്മ കാണും, ഞാൻ ആ നന്മ കാണും, ഞാൻ ആ നന്മ കാണും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ ഉയർച്ച, കുഞ്ഞുങ്ങളുടെ വിവാഹം, കുഞ്ഞുങ്ങളുടെ ഭാവി, കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദൂതം ഏറ്റെടുത്ത് എല്ലാവരും നാമേ പറഞ്ഞോളെ. ഒരു വിടുതൽ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തന്നെ പലരും ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടി. ഒന്ന്, രണ്ട്, ജീവിക്കുന്ന നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. ദൈവമിട്ട ആയുസ് തലമുറ നന്മ കാണാൻ വേണ്ടിയാ. അങ്ങനെങ്കിൽ ദൈവാത്മ പറയുന്നു, നീ കുഞ്ഞിന്റെ നന്മ കണ്ടിരിക്കും, തലമുറ നന്മ കണ്ടിരിക്കും. ദൈവികമായ വിടുതലുകൾ ദൈവം ചില കുടുംബങ്ങൾക്കകത്ത് അയച്ചിരിക്കും. നീ ഭാരപ്പെടേണ്ട. നീ ഒഴുക്കിയ കണ്ണുനീര്, പ്രാർത്ഥന മുറിയിൽ ഒഴുക്കിയ കണ്ണുനീര്, കിടക്കുന്ന ബെഡ്റൂമിനകത്ത് ഒഴുക്കിയ കണ്ണുനീര്, കിച്ചണിനകത്ത് ജോലി ചെയ്തപ്പോൾ ഒഴുക്കിയ ചില കണ്ണുനീര്, ആലയത്തിനകത്ത് പ്രാർത്ഥിച്ചപ്പോൾ പ്രസംഗം പോലും ശ്രദ്ധിക്കാൻ സമയമില്ല, പക്ഷേ നിന്റെ കണ്ണിന് വീണ കണ്ണുനീര്, നീ ജോലി ചെയ്തപ്പോൾ സ്ഥിരമാനസനെ പോലല്ലാതെ ഒരു മൈൻഡ് പോലും നഷ്ടപ്പെട്ടവനെ പോലെ ഒഴുക്കിയ ചില കണ്ണുനീര് കണ്ട കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ. ഒന്നുകൂടെ പറഞ്ഞാൽ, നിന്റെ കണ്ണുനീര് നിന്റെ വീട്ടുകാര് കണ്ടിട്ടില്ല, നിന്റെ കണ്ണുനീര് നിന്റെ സഭക്കാര് കണ്ടിട്ടില്ല, നിന്റെ കണ്ണുനീര് നിന്റെ സഭാ നേതാക്കന്മാർ കണ്ടിട്ടില്ല, നിന്റെ കണ്ണുനീര് നിന്റെ കൂടിപ്പറപ്പുകൾ കണ്ടിട്ടില്ല. പക്ഷെ കണ്ട ദൈവം പറയുന്നു, സന്തതിയുടെ നന്മ നീ തല ഉയർത്തി കാണാൻ പോവാ. യെസ്, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എനിക്കറിയില്ല. ദൈവാത്മ ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിച്ച് ദൂത് പറയുന്നു, ചിലരുടെ നന്മ, കുഞ്ഞിന്റെ നന്മ നീ കാണും. 2024 കാണത്തില്ലെന്ന് വെല്ലുവിളിച്ചവരുണ്ട്. 2025 കയറിയപ്പോൾ ഇനിയും മുന്നോട്ട് പോകത്തെ വെല്ലുവിളിച്ചവരുണ്ട്. രോഗിയാക്കി ഭവനത്തിനകത്ത് പിശാച് കൂച്ചുബലങ്ങിട്ട് ബന്ധിച്ച് നിന്നെ തകർത്ത് കളഞ്ഞ് നിന്റെ സന്തതികളുടെ വിടുതൽ കാണത്തിലത് വാദിക്കുമ്പോൾ ആ കെട്ട് പൊട്ടിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ, അഭിഷേകത്തിൽ അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. നിനക്കൊരു മകളുണ്ടെങ്കിൽ, നിനക്കൊരു മകനുണ്ടെങ്കിൽ ആ നന്മ ഞാൻ കണ്ടിരിക്കും എന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നിയന്ത്രിക്കുന്നത് വീട്ടുകാരൊന്നും അല്ല. കുഞ്ഞുങ്ങളുടെ ഭാവി നിനക്ക് ദൈവത്തിന്റെ ആത്മാവാണ്. വാർദ്ധക്യത്തിൽ കിട്ടിയ ഒരു മകനായിരുന്നു ഇസഹാക്ക്. അന്ന് വരെ സാറ ജനിച്ചിട്ട് ദൂത് കേട്ടപ്പോ തന്നെ സാറ ഭയങ്കര ചിരിയായിരുന്നു. ഈ വാർദ്ധക്യത്തിൽ എനിക്ക് എങ്ങനെ കൊച്ചുങ്ങളെ തലമുറ ദൈവം തരാന്? ആ ചിരി അവർക്കൊരു വലിയ അനുഗ്രഹം. ആ ഇസഹാക്ക് എന്ന വാക്കിന് അർത്ഥം തന്നെ ചിരിയെന്ന, അല്ലേ? സ്വോത്രം. അന്ന് തൊട്ട് സ്വോത്രം എന്താ പറയുന്നേ, സാറ ചിരി അങ്ങ് തുടങ്ങി. മരിക്കുന്ന സമയം വരെ അവളങ്ങ് ചിരിയായിരുന്നു. എന്റെ ചിന്ത പറഞ്ഞാൽ, കാര്യം ദൈവം നിനക്കൊരു നന്മ തന്നിട്ടുണ്ടെങ്കിൽ നീ സന്തോഷിക്കാൻ പോവാ. നിന്റെ തലമുറയൊത്ത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തൊക്കെ പ്രശ്നം വന്നാലും, എത്ര കടം, കോടികളുടെ കടം വന്നാലും, ഇനി വീടില്ലെങ്കിലും, വാടക വീട്ടിലായാലും, ഇനി ലോകം മുഴുവനും നിനക്കെതിരായാലും, ഹല്ലേലൂയ, പ്രസവിച്ചിട്ട കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിയാൽ തീരാന്ന ടെൻഷനേ നിനക്കുള്ളൂ. നല്ല രാമൻ പറയാമോ? ഹല്ലേലൂയ. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? അല്ലേ? എന്തെല്ലാം ടെൻഷൻ ഉണ്ടെങ്കിലും സ്വതന്ത്ര മോടെ മുഖത്തോട്ടും ആ മോന്റെ മുഖത്തോട്ടൊക്കെ നോക്കുമ്പോ തീരാന്ന വേദനയെ നിനക്കുള്ളൂ. അതിനർത്ഥം എന്നെ ചോദിച്ചാൽ, നിന്റെ മകൻ നിനക്കൊരു അത്ഭുതമാകും, നിന്റെ മകള് നിനക്കൊരു അത്ഭുതമാകും. ഞാൻ എനിക്ക് ഒത്തിരി കാര്യം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് മുന്നോട്ട് കടന്നു പോവുകയാ. ഹല്ലേലൂയ. ഹാഗറിനോട് കർത്താവ് പറഞ്ഞു, ദൂതം വന്ന കാര്യം, ഹാഗറെ നീ ഓടിച്ചെന്ന് നിന്റെ മകനെ താങ്ങി എഴുന്നേൽപ്പിക്കാം. ചില അമ്മമാര് ചിന്തിക്കുന്നുണ്ട്, ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, നാളെ എനിക്ക് അവൻ പ്രയോജനമാകുമോ? ഞാൻ മോളെ വളർത്തുന്നു, ഞാൻ മോനെ പഠിപ്പിക്കുന്നു, എനിക്ക് നാളെ ഒരു പ്രയോജനമാകുമോ? പലപ്പോഴും ഇന്നത്തെ സാഹചര്യം ഓർത്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ തമ്പുരാൻ ഹാഗറിനോട് പറഞ്ഞു, ഹാഗറെ നീ ഓടിച്ചെന്ന് നിന്റെ മകനെ താങ്ങി എഴുന്നേൽപ്പിക്കുക. എനിക്ക് അതിനകത്തുനിന്ന് കിട്ടിയ ഒരു ഇമ്പമേറിയ ദൂതും ഒരു ദൈവശബ്ദം ഞാൻ പറയാ, ഇന്ന് നിന്റെ കുഞ്ഞിനെ നീ താങ്ങിയാൽ നാളെ നിനക്ക് അവൻ നല്ല താങ്ങായി മാറും. ഹല്ലേലൂയ. ഹാഗറിനോട് പറഞ്ഞു, നിന്റെ കണ്ണ് ഞാൻ തുറക്കാൻ പോവാ, പക്ഷെങ്കിൽ നിന്റെ മകനെ നീ താങ്ങി എഴുന്നേൽപ്പിക്കണം. മോൻ എവിടെ കിടക്കാന്നറിയാം? അമ്പിമ്പാട് ദൂരത്ത്. എന്റെ മകന്റെ മരണം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞൊരമ്മ. അതിനർത്ഥം ചോദിച്ചാൽ, എന്റെ മോൻ മരിക്കും, അവന്റെ മരണം ഉടനെ നടക്കും. അത് അമ്മ സെറ്റിലാക്കി വെച്ചിരിക്കുക. തമ്പുരാൻ പറഞ്ഞു, നിന്റെ കയ്യിലല്ല നിന്റെ തലമുറ ജീവൻ, അതെന്റെ കരത്ത് സുരക്ഷിതമാ. നീ ഓടിച്ചെന്ന് അവനെ താങ്ങി എഴുന്നേൽപ്പിക്കുക. ഉദരത്തിൽ വെച്ച് തന്നെ തകർന്നു പോകേണ്ടതല്ലേ? പ്രസവിച്ചിട്ടപ്പോ തന്നെ അമ്മയും കുഞ്ഞും രണ്ടിനെ ഒന്നിച്ചേക്ഷിച്ചവന് ഡോക്ടർമാർ വിധി പറഞ്ഞതല്ലേ?
ഹല്ലേലൂയ. ആമേൻ. ലേബർ റൂമിന്റെ മുമ്പിൽ അങ്ങോട്ട് കൊച്ചിനെ, ഒരു ജീവനുള്ള കൊച്ചിനെ കിട്ടുമെന്നൊന്നും മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചതല്ലല്ലോ. ദൈവം തമ്പുരാൻ തന്നെങ്കിൽ അതിന്റെ നന്മ കാണാം. എന്നോട് ഇങ്ങനെ സിന്തസിസെ സിന്തസിസെ പ്രവചിക്കാൻ ദൈവാത്ത ഈ ഒരു ദൂത മാത്രം. ഞാൻ വേറൊരു വിഷയം സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് തരുമ്പോൾ എന്നോട് ദൈവാത്ത പറയുന്നത്, ഇതിനകത്ത് തലമുറയോർത്ത് കരയുന്നവരെ ഭൂരിപക്ഷമാണെന്ന് ആത്മാവ് അറിയിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന, കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത്, അവരുടെ വിവാഹമോർത്ത്, അവരുടെ പഠനമോർത്ത്, അവരുടെ വളർച്ചയോർത്ത് ദുഃഖിക്കുന്ന ചില അമ്മമാരുടെ ദൈവാത്ത പറയുന്നു, നഷ്ടപ്പെട്ട തലമുറയെ പോലും നിനക്ക് മടക്കി തരാൻ കഴിവുള്ള യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ കർത്താവിന്റെ മുമ്പിൽ ഒഴുക്കിയ കണ്ണുനീരൊന്നും വൃഥാഭാഗത്തിൽ അത് അത്ഭുതമായി പരിണമിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് 2025 കുഞ്ഞുങ്ങൾക്ക് ഒരു കൈത്താങ്ങലായിട്ട് അങ്ങ് നിന്നോണം കേട്ടോ. അല്ലല്ലേ, ഏത് അമ്മമാരുടെ ഏത് സഹോദരിമാരുടെ ചോദിച്ചാൽ പറയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലേ? ശരിയാ. ഹല്ലേലൂയ. തലമുറ നന്മ കാണാൻ വേണ്ടിയാ ജീവിക്കുന്നത്. അപ്പോൾ ദിവസങ്ങളൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ആമേൻ. ഹാഗറിനോട് പറഞ്ഞൊരു കാരണം, ഹാഗരെ നീ മകനെ പോയി താങ്ങി എഴുന്നേൽപ്പിക്കുക. ദൈവയുടെ കണ്ണ് തുറന്നപ്പോൾ ഒരു നീരുറവ കണ്ടെന്ന അവൾ മകനെ താങ്ങി എഴുന്നേൽപ്പിച്ച് അത് കോരി കുടിച്ച് ഇന്ന് വരെ ഹാഗറിന് വേണ്ടി തുറന്ന ഉറവ അടഞ്ഞിട്ടില്ല കേട്ടോ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹാഗറിന് വേണ്ടി തുറന്ന ഉറവ ഇന്നും അടഞ്ഞിട്ടില്ല. ആമേൻ. ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അടയത്തില്ല. അടയ്ക്കാൻ പലരും പ്ലാൻ ഇട്ടാൽ അത് അടയത്തില്ലെന്ന്. ദൈവം തുറന്നാൽ അടയത്തില്ല. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. എല്ലാരും പറഞ്ഞാട്ടെ, എന്റെ കർത്താവ് എനിക്ക് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ലെന്ന്. എന്റെ കർത്താവ് എനിക്ക് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. എന്റെ തല ഉയർത്തുന്നവൻ എന്റെ ദൈവമാണ്. എന്റെ തല ഉയർത്തുന്നവൻ എന്റെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്റെ തല ഉയർത്തുന്നവൻ എന്റെ ദൈവമാണെങ്കിൽ ഉറപ്പുള്ളവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. പലപ്പോഴും പ്രതീക്ഷ മങ്ങിക്കിടക്കുക. ആ സ്തോത്രം ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അവരെ നല്ല കാലം കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ ജീവനോട് ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാ. ആമേ. ദൈവമക്കളെ, ആമേ, കുഞ്ഞുങ്ങളുടെ നന്മ കാണാൻ ആയുസോടെ ഉണ്ടാകുന്ന സംശയമാണ്. ഞാൻ ആ ദൂത് ഇങ്ങനെയൊന്നും കൊണ്ടുവരികയാ. കുഞ്ഞുങ്ങളുടെ നന്മ കാണാൻ എനിക്ക് ആയുസ് തരണമെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ തയ്യാറായാൽ ഇന്ന് ദൈവം തമ്പുരാൻ നിങ്ങളോട് ഇടപെടുന്നു. നിങ്ങളുടെ തല ഉയരും. നിങ്ങൾ കുഞ്ഞുങ്ങളുടെ നന്മ കണ്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ കുഞ്ഞുങ്ങളുടെ നന്മ കണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മ ശക്തമായി പ്രവചിച്ച് ദൂത് പറയുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഒരു അത്ഭുതമാക്കും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഒരു അത്ഭുതമാക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് കരയുന്ന ദൈവമക്കൾ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ഈ രാത്രി നിങ്ങളോട് ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങൾ അത്ഭുതമാകും. യാക്കോബ് ഒരിക്കൽ തലപൊക്കി നോക്കി കണ്ടതെന്നറിയാമോ? യാക്കോബ് ഒരിക്കൽ, അബ്രഹാം തലപൊക്കിയപ്പോ കണ്ടത് കുഞ്ഞുങ്ങളുടെ നന്മയാണെങ്കിൽ യാക്കോബ് തലപൊക്കി നോക്കിയപ്പോ കണ്ടത് എന്താണെന്നറിയാമോ? തന്റെ ഇളയ മകനായിരിക്കുന്ന യോസഫ് അയച്ച രഥം. അതിനർത്ഥം ചോദിച്ചാൽ മക്കളെടുക്കുന്ന രഥത്തിൽ നീ കയറുമെന്ന വാക്കിനർത്ഥം. ഞാൻ ഇങ്ങനെയൊക്കെ എന്റെ കർത്താവിനോട് ഇടപെടുന്നത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സഹോദരങ്ങൾ, മൂത്ത ചേട്ടന്മാരെല്ലാം കൂടെ ഒരിക്കൽ അപ്പനോട് ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പാ, നിന്റെ ഇളയ മകൻ മരിച്ചുപോയി കേട്ടോ. ഒരു വസ്ത്രം കൊണ്ട് കൊടുത്തു കോലാട്ടം കുട്ടി അടിച്ചു കൊന്നിട്ട് അതിന് രക്തം പുരയുടെ കള്ളക്കേസ് ഉണ്ടാക്കിയ കള്ളത്തരത്തിനകത്ത് അപ്പനെ വിശ്വസിച്ചു ഇളയമോകൻ മരിച്ചുപോയെന്ന്. ആമേൻ. ഇളയമോകൻ മരിച്ചുപോയെന്ന് ഓർത്ത് അപ്പനങ്ങ് വിശ്വസിച്ചു. കുഞ്ഞുങ്ങളല്ലേ പറഞ്ഞേ എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചു. പക്ഷെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ ഒരു രഥം വന്ന് മുറ്റത്ത് നിൽക്കുന്നു. അപ്പൻ ഇറങ്ങി ചോദിച്ചു, ആരയച്ച രഥം? ആര് വാങ്ങിച്ചു ഈ വണ്ടി? അന്നേരം പറഞ്ഞൊരു കാരണം, നിന്റെ ഇളയ മകൻ യോസഫ് ജീവനോട് ഇരിപ്പുണ്ട്, അവൻ അയച്ച രഥം. ഒരു ദൂത് പറയാ, നീ ഒരു തലമുറയ്ക്ക് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ നന്മ നിന്റെ മുറ്റത്ത് വരും. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പ്രവചിച്ച് ദൂത് പറയുന്നു. ദൈവം നിനക്കൊരു തലമുറയെ നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ അനുഗ്രഹിച്ച് നിന്റെ വീടിന്റെ മുറ്റത്ത് വരും. നീ അതിനകത്ത് കയറും. ജയാളിയായി നീ ജീവിക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലുണ്ട്. യേശുവിന്റെ നാമത്തെ കുഞ്ഞുങ്ങളുടെ നന്മ കാണാൻ എനിക്ക് ആയുസിടണമേ. കുഞ്ഞുങ്ങളുടെ നന്മ കാണാൻ ഓ റമ ശമനദന ഹടകചസിയ അർദ്ധം ജന ദബൽഖമാനവൈഡ പ്രബന്ധുനിയാദന ഘടകസി. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഞാനും പറയുന്നു, നിങ്ങൾ ഒരുമിച്ച് പറയാൻ പോവാ, എന്റെ കുഞ്ഞുങ്ങളുടെ നന്മ എന്റെ മുറ്റത്ത് വരാൻ പോവാ. എന്റെ തലമുറയ്ക്കുള്ള നന്മ എന്റെ മുറ്റത്ത് വരാൻ പോവാ. അതെന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കാൻ പോകുകയാ. കെട്ടുകൾ അഴിയുന്നു, പോരാട്ടങ്ങൾ അഴിയുന്നു. നിന്റെ സന്തതിയിൽ കൂടെ നന്മ വെളിപ്പെടാതെ വണ്ണം നിന്നെ അടച്ചുകെട്ടി നിൽക്കുന്ന ദുഷ്ടയാധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പൊട്ടിമാറിയിട്ട് തമ്പുരാൻ നിന്നെ ഒരു വലിയ അത്ഭുതമാക്കാൻ പോകുകയാ. ദൈവം നിന്നെ ഒരു ഡെലിവറൻസ് ആക്കാൻ പോകുകയാ. ഒരു വലിയൊരു ദൈവ മഹത്വമായി നീ മാറുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുകയാ. സ്തോത്രം.
യാക്കോബിന്റെ മുറ്റത്ത് വന്ന രഥം കണ്ടപ്പോൾ യാക്കോബ് കേറാതിരുന്നില്ല, യാക്കോബ് അത് കേറിപ്പോയെന്നാ. കേട്ടോ? സ്വത്രം. മോനയച്ച രഥം മുറ്റത്ത് വന്നപ്പോ തന്നെ യാക്കോബ് കേറിയിട്ട് യാക്കോബ് പോയത് രൂപേന്റെ വീട്ടിലോട്ടല്ല, ഇളയ മകൻ പാർക്കുന്ന ഇടം കൂടെ ഞാൻ പറയാം. 17-ാമത്തെ വയസ്സിൽ വീട്ടിനകത്ത് അനുഭവിച്ച നിന്ദകൾ 20 വർഷം കഴിഞ്ഞപ്പോ തുടച്ചു മാറ്റി കർത്താവ്. അവനിപ്പോ ഇരിക്കുന്നത് ആമേൻ വീട്ടിനകത്ത് വെല്ലിപ്പന്മാരുണ്ടാക്കിയ ചാരുകസരക്കകത്തല്ല ഇരിക്കുന്നത്, പഞ്ചായത്തുകാരുടെ അടുത്തുള്ള വീടിനകത്തല്ല അവൻ ഇരിക്കുന്നത്, ഇവിടുത്തെ സർക്കാർ പറഞ്ഞു കൊടുത്ത 2 മുറി വീടിനകത്തല്ല അവൻ ഇരിക്കുന്നത്. അവൻ ഇരിക്കുന്നത് ഇവിടുത്തെ രാജാവിന്റെ കസേരക്കകത്താ. ഹല്ലേലൂയ. ഒരാമേൻ പറയണം. പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ മാത്രം ശക്തമായി പ്രാർത്ഥിക്കണം. നിന്റെ തലമുറ രാജകീയ അഭിഷേകത്തിൽ നീങ്ങാൻ പോവാ. നിന്റെ തലമുറ രാജകീയ അഭിഷേകത്തിലൊക്കെ മൂവ് ചെയ്യാൻ പോവാ. നിന്റെ പ്രതീക്ഷകൾക്ക് വിരോധമായി നിന്റെ തലമുറ ദൈവാത്മാവ് നിന്നെ മൂവ് ചെയ്യിപ്പിക്കാൻ പോവാ. ഒന്നുകൂടെ പറഞ്ഞാൽ നിന്റെ തലമുറ ഇരിക്കുന്നിടത്ത് കടന്നു ചെല്ലാൻ ദൈവം നിനക്ക് റൂട്ട് വെളിപ്പെടുത്താൻ പോവാ. യേശുവിന്റെ നാമത്തിൽ. നിന്റെ തലമുറയ്ക്ക് നന്മ വരും. വീട്ടുമുറ്റത്ത് അതിൽ കയറും. നീ തലമുറ ഇരിക്കുന്നിടത്ത് പോകും കേട്ടോ. തലമുറ പാർക്കുന്നിടത്ത് നീയും ചെന്ന് പാർക്കുമെന്ന വാക്കിനർത്ഥം. ഹല്ലേലൂയ. ഇന്നലെ കണ്ട തലമുറയല്ല കേട്ടോ. 20 വർഷത്തിന് ശേഷം മോനെ കണ്ടപ്പോൾ കണ്ടത് ഒരു രാജകീയ കസരയിൽ മോൻ ഇരിക്കുന്നതായിട്ടാ കണ്ടത് കേട്ടോ. ഇതിനകത്ത് ആരോടെ ദൈവാത്മ ശക്തമായി ഇടപെടുന്നു. റാബാന ഹദുനി ഹറഗസി അധനസി. നിനക്കൊരു സീറ്റ് ഉറപ്പിക്കുന്ന ഇവിടുത്തെ പ്രസ്ഥാനങ്ങളല്ല, നിനക്ക് സീറ്റ് ഉറപ്പി ഇവിടെ സഭാ നേതാക്കന്മാരല്ല, അവന്മാര് കസരം വലിച്ചുകൊണ്ട് പോകത്തേയുള്ളൂ. എന്നാൽ നിന്റെ സീറ്റ് ഉറയ്ക്കാൻ പോവാ. 2025 5-ാം മാസം പരിശുദ്ധനിലെ യോസഫമാരെ നോക്കിക്കൊണ്ട് പറയുക, നിനക്കുള്ള സീറ്റിനെ ദൈവം ഫിക്സ് ആക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഇളക്കം തെറ്റാത്തൊരു സീറ്റ്, ഇളക്കം തെറ്റാത്തൊരു ചെയർ, ഇളക്കം തെറ്റാത്തൊരു മേഖല ദൈവം നിനക്ക് വേണ്ടി പരിശുദ്ധാനെ തുറക്കാൻ പോവാ. ആ വിഷയത്തിനകത്തോട്ടൊന്ന് കേറിക്കട്ടെ, ആ മഹത്വത്തിനകത്തോട്ട് ജനമൊന്ന് കേറിക്കാട്ടെ. ആ പിടിഭാഷയൊക്കെ വിട്ടിട്ട് ദൈവത്തിന്റെ മഹത്വത്തിലൊക്കെ ഒന്ന് കേറിക്കാട്ടെ. ഇന്ന് രാത്രി നിന്റെ സന്തതിയുടെ വിടുതല് നിന്റെ കരത്തിൽ വരാൻ പോവാ. നീ ഇരിക്കുന്ന സീറ്റ് ദൈവം ഉറപ്പിക്കാൻ പോവാ. നിന്റെ അപ്പനെ കരയിപ്പിച്ചവരുടെ നടുവിൽ, നിന്റെ അമ്മയെ കരയിപ്പിച്ചവരുടെ നടുവിൽ, നിന്റെ കുടുംബത്തെ നിന്ദിച്ചവരുടെ നടുവിൽ, നിന്നെ കരിമാരി തേക്കുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ നിനക്കിവിടെ രാജകീയ കസര തമ്പുരാൻ ഒരുക്കിയിട്ടിരിക്കുക കേട്ടോ. നീണ്ട 20 വർഷത്തിന് മുമ്പ് നിലവിളിച്ച നിലവിളിയുടെ മറുപടി ഉണ്ടല്ലോ. എന്റെ കർത്താവ് നിനക്കൊരു രാജകീയ അഭിഷേകമായി തന്നെ തന്ന് മാനിക്കുന്ന നാളുകൾ എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ആത്മാവിലങ്ങ് സന്തോഷിച്ചാ പ്രസംഗിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ എൻജോയ് ചെയ്ത് പ്രസംഗിക്കുക. കർത്താവിനോട് ശക്തമായി ഇടപെടുന്നോണ്ട് ഞാൻ പറയാം, നിന്റെ സീറ്റ് മാറാൻ പോവാ. നീ ഒരു പെർമിന്റെ സീറ്റിനകത്തോടെ കയറാൻ പോവാ. ഹല്ലേലൂയ. നിനക്കൊരു പെർമിന്റ് അഡ്രസ് ഉണ്ടാകാൻ പോവാണ്. നല്ല രാമയും പറഞ്ഞിട്ട് നീ ഇപ്പൊ പ്രസന്റ് അഡ്രസ്സിലാ താമസിക്കുന്നത്, പക്ഷെ നിനക്കൊരു പെർമിന്റ് അഡ്രസ് ഉണ്ടാകാൻ പോവാ. രക്തം ചെയ്യാം. ഇനി നീ ശേഖേംകാരനല്ല. ഇനി ശേഖേം പട്ടണത്തിലെ യാക്കോബിന്റെ മോനാട്ടല്ലെന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ രാജ്യത്തിലെ 2ാമൻ രാജാവ് കഴിഞ്ഞാൽ അടുത്ത സീറ്റിന് ഉടമ ഇവിടെ ശേഖേമിൽ കഷ്ടപ്പെട്ട യാക്കോബിന്റെ ഇളയ സന്താനമായി മാറാൻ പോകുക. കർത്താവ് ഇന്ന് രാത്രി ആരോട് ദൂത് പറയുക? റാമന ഹദനഗസി. നിന്റെ അപ്പൻ കണ്ടതുപോലല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. നിന്റെ അമ്മ കണ്ടതുപോലല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. നിന്റെ കുടുംബക്കാർ കണ്ടതുപോലല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ദൈവം നിനക്ക് വേണ്ടി രാജകീയ കസേര ഒരുക്കാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ കുഞ്ഞുങ്ങൾ എല്ലാ അമ്മമാരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. കർത്താവിന്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി നീ പ്രവചിക്കാൻ പോവാം. ഒരു പ്രവാചകനെ ആശ്രയിക്കേണ്ട, പ്രവാചകയെ ആശ്രയിക്കേണ്ട. നിന്റെ തലമുറയെ നോക്കിക്കൊണ്ട് നീ പ്രവചിക്കാൻ പോവാ. എന്റെ തലമുറയ്ക്കൊണ്ട് സീറ്റ് തമ്പുരാൻ റെഡിയാക്കിയിട്ടിരിക്കുകയാ. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനത്തെ നോക്കി പറയുന്നു, നിന്റെ ശുശ്രൂഷയുടെ ലെവല് മാറാൻ പോവാ. നീ ആയിരിക്കുന്ന രാജ്യം സ്വതന്ത്രം ചേഞ്ച് ആകാൻ പോവാ. ഹല്ലേലൂയ. നിന്റെ തലമുറ വിഷയത്തിനെ അകത്ത് നീ തലപൊക്കി നോക്കാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തലപൊക്കി നോക്കിയാൽ കുഞ്ഞുങ്ങളുടെ നന്മ കാണും. തലപൊക്കി നോക്കിയാൽ കുഞ്ഞുങ്ങളുടെ വിടുതൽ കാണും. മക്കൾ അയച്ച രഥം അപ്പൻ കണ്ടതുപോലെ ചില മാതാപിതാക്കൾ മക്കൾ അയച്ച രഥം കാണാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ രാത്രിയിൽ അത്ഭുതത്തിന്റെ കരം വെളിപ്പെടുത്തുന്നു. നിന്റെ ശൂന്യതകൾ അഴിയുന്നു. പൈശാചിക കെട്ടുകൾ പൊട്ടുന്നു. അന്ധകാരങ്ങൾ പൊട്ടുന്നു. ആഭിചാര കെട്ടുകൾ പൊട്ടുന്നു. മന്ത്രവാദ
മന്ത്രവാദ കെട്ടുകൾ പൊട്ടുന്നു. റീൻഡാലമ നിന്റെ തലയെ മയക്കുന്ന ദുഷ്ടയാധിപത്യങ്ങൾ പൊട്ടുന്നു. ലാലിത്തമ്പിയാന്റെ പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് രാത്രി ആ കുടുംബത്തിന്റെ ബന്ധനത്തെ അടിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ബേബിക്കുട്ടി ഡാനിയൽ പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധാൻ ഒരു നിയോഗത്തിലൊക്കെ കയറ്റുന്നു, ഒരു അടുത്ത ലെവലിലേക്ക് ദൈവം മൂവ് ചെയ്യിപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പുഷ്പ സജി പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധാന്റെ മകളെ ഇന്ന് രാത്രി തൊടുന്നു. നിന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകാതിരിക്കും ദൈവത്തിന്റെ കരുണയാണെന്ന് ആത്മാവ് ഇടപെടുകയാ. റീമന ശമനദന ഹദനഘടക ശേഠേനിയാദന ലംതനാജന രഹസ്യ ബെൻസി പ്രാർത്ഥിച്ചാട്ടെ പരിശുദ്ധാത്മകളെ നിന്നെ തൊടുകയാ. പരിശുദ്ധാത്മാവിന്റെ തീയുടെ അട്ടയാളം നിന്നെ പുറത്തു കൊണ്ടുവരുന്നൊരു നാളുകൾ നിന്റെ മുമ്പിലുണ്ട്. ദൈവാത്മ പറയുന്നത് ഇതിനകത്ത് ചിലരെ ദൈവം പ്രത്യേകമായ നിലവാരത്തെ യൂസ് ചെയ്യാൻ പോകുകയാ. റമനദല ഹറ്റസിയാദറ ബൗഷിയാന ഹംദൽ ഖാനസിയ അർദ്ധന ജഗസി. എന്ന് നീ കരയുന്നവളല്ല കേട്ടോ, എന്ന് നീ നിലവിളിക്കുന്നവല്ല. നിനക്ക് ഒരു നല്ല കാലം, നല്ല കാലം, നല്ല കാലം ദൈവം തുറക്കാൻ പോവാ. വിശ്വസിക്കുന്നവർ നിന്റെ മകളുടെ നന്മ കാണാൻ നീ അങ്ങോട്ട് പോകാൻ പോകുകയാ. നിന്റെ മകന്റെ നന്മ കാണാൻ നീ അങ്ങോട്ട് പോകാൻ പോകുകയാ. ആ കെട്ടിനെ ദൈവം പൊട്ടിച്ചു മാറ്റിയിട്ട് കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്തൊരു അത്ഭുതം ചെയ്യിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയും. ദൈവാത്മാവിൽ ശക്തമായി പറഞ്ഞു. ആബീബ് മാസം 14 തീയതി അർദ്ധരാത്രി ഈ ജനം ഇവിടുന്ന് പുറപ്പെടും എന്ന് പറഞ്ഞത് മോശയുടെ നാവാണെങ്കിലും പറയിപ്പിച്ചത് ദൈവമാ. പ്രവചനം മേളീന്നാ വരുന്നത് കേട്ടോ, ഉയരത്തിന്ന് വരുന്ന സാധനമാ. ആമേൻ. ആബീബ് മാസം 14 തീയതി അർദ്ധരാത്രി ജനം ഇവിടുന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ് പറയുന്ന ആരോ ചില പുറപ്പാടുകൾ ചെയ്യാമോ ഇതിനകത്തുനിന്ന്. യേശുവിന്റെ നാമത്തിൽ തലമുറയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചില മൂവിങ് കർത്താവിനെ കാണിക്കുന്നു. ആമേൻ. സ്തോത്രം. സഹോദരി പ്രാർത്ഥിച്ചാട്ടെ, സിന്ധു സിസ്റ്ററെ പ്രാർത്ഥിച്ചാട്ടെ, സന്ധ്യ സിസ്റ്റർ, സോറി സിന്ധു അല്ല, സന്ധ്യ സിസ്റ്ററെ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളുടെ ദാസിയോട് വ്യക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വീടിനകത്തെ അന്തരീക്ഷം ദൈവം മാറ്റുന്നു, ഭവനത്തിനകത്ത് അന്തരീക്ഷം ദൈവം മാറ്റുന്നു. അന്തരീക്ഷം മാറ്റി, അന്തരീക്ഷം മാറ്റി. നഷ്ടപ്പെട്ട തലമുറയെ പോലെ മടക്കി തന്ന് ഉദ്ധാരണങ്ങളുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്ത ദൈവ ദിവസങ്ങളെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുക കേട്ടോ. ശക്തമായിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. കർത്താവ് ഇന്ന് രാത്രി തന്റെ പ്രവൃത്തി ചെയ്യാൻ പോകുക. എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കേണ്ട ഒരൊറ്റ സബ്ജക്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ആമേൻ. അവരുള്ള ബന്ധത്തിലെ ദൈവാത്മ പറയുന്നത് നിന്റെ തല ഉയരാൻ പോവാ. ഇനി നീ പെടല് കുനിക്കത്തില്ല, ഇനി നീ തല താക്കത്തില്ല, ഇനി നീ രോഗിയാകത്തില്ല, ഇനി നീ കരയാൻ അനുവദിക്കത്തില്ല. ആമേൻ. നിനക്ക് ഒരു നല്ല കാലം ദൈവം തുറക്കാൻ പോവാ. നല്ല കാലം, നല്ല കാലം ദൈവം തുറക്കുന്നു. ഉടമന റമനഗസി ഹാലലൂയ. ജയ സജി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മ മകളെ ശക്തമായിട്ട് പറയുന്നു, ഒരു നല്ല സീസൺ നിനക്ക് ആരംഭിക്കുന്നു, നല്ല സീസൺ ആരംഭിക്കുന്നു. അടഞ്ഞതും ഒതുക്കി വെച്ചതുമായ വഴികൾ തുറക്കുന്നു. റാംതന അനു ബിജു പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ആ മകളെ തൊട്ടുണർത്തി കൊണ്ട് പറയുന്നു, നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടു, നിന്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ട് ഇറങ്ങി വന്നൊരു ദൈവമുണ്ടെങ്കിൽ പാതി വഴി നിന്നിട്ട് സപ്പോർട്ട് പറയുന്നവനല്ല, കട്ടത്തിനകത്തോട്ട് ഇറങ്ങി വന്നിട്ട് വിടുവിക്കുന്ന ഒരു നല്ല ദൈവം. അഞ്ചു പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങനെ ദാസിയെ തൊട്ടുണർത്തി. അനു ബിജു പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇന്ന് പകൽക്കാലം അങ്ങയുടെ മകളെ തൊട്ടുണർത്തിക്കൊണ്ട് പറയുന്നു, ദൈവം നിന്റെ ജീവനത്തിനകത്തൊരു അത്ഭുതത്തിന്റെ കരം വെളിപ്പെടുത്താൻ പോവുക. എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, സ്തോത്രം. അവൻ ഉയരത്തിന്റെ കരം നീട്ടി പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് എന്നെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവം ഇന്ന് രാത്രിയിൽ ആ സഹോദരിയെ ദൈവം തൊടുകയാ. റമന ഹദുനികടക ഷേഠേലിയ റമാനിയാസിയാന്ധനാലഗസി. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥനയിൽ ഇന്ന് രാത്രി ജോയിൻ ചെയ്ത നിഷ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിഷ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിന്റെ മകളെ തൊട്ടുണർത്തിക്കൊണ്ട് പറയുന്ന, മകളെ നിന്റെ കണ്ണുനീരക്കിന് വില തന്ന് മാനിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ഇന്ന് രാത്രി പദ്ധതി ഇടുന്നുണ്ട് കേട്ടോ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ നിലപാടുകൾ നിന്റെ ജീവനത്തിനകത്ത് വെളിപ്പെടാൻ പോവാ. റിബൽഹരാജസി അധൂനിയ റബലഘടക ശമനതനകസി. വെറുതെയല്ല കുഞ്ഞെ കരഞ്ഞത്, ചുമ്മാതല്ല കരഞ്ഞത്. ആലീസ് എന്ന് പറയുന്ന ആന്റി ശക്തമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ മകളെ ഇന്ന് രാത്രിയിൽ ഒരു ശക്തമായ
അവർ ഫേവർ ജീവിതത്തിലേക്ക് വരികയാ. ദൈവാത്മാവിന്റെ വലിയൊരു കരുതൽ ഇന്ന് രാത്രി വരികയാ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങുകയാ. അറിമന ഘടകസി അധുനിയ റമാന ഹംദൽക്കമാന ഘടകസിയ അർദ്ധമാന വൈഷപ്രവാല ഘടകസി. തല ഉയരും കേട്ടോ. എല്ലാവരും പറഞ്ഞാട്ടെ, എന്റെ തല ഉയരും. എന്റെ തല താഴാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എന്റെ തല താഴാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എല്ലാരും പറഞ്ഞത് എന്റെ തല താഴാൻ ദൈവം അനുവദിക്കും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മീതെ ഞാൻ എന്റെ തല ഉയർത്തുമെന്ന കേട്ടോ. അപ്പൊ തല ഉയർത്താതിരിക്കുന്ന പിശാചിന്റെ പരിപാടിയാ. തല ഉയർത്തുക എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാന്. നല്ല രാമയും പറഞ്ഞാട്ടെ, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാം എന്റെ തല ഉയരാൻ പോവാ കേട്ടോ. രക്തം ജയമെടുക്കുന്നു. സൂസൻ എന്ന് പറയുന്ന ആന്റീനകത്തുണ്ടല്ലോ. ഈ രാത്രി ദൈവാത്മാ പറയും തല ഉയരും. ഓടിച്ച് ഒടിച്ചിടാൻ നോക്കുമ്പോഴും പറയണം എന്റെ തല ഉയരും. നമ്മുടെ വാക്കിനകത്തിന് അഭിഷേകം ഉണ്ടെന്ന്. ഫാമേ സോദരൻ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പലരും നമ്മളെ കണ്ട് പേടിക്കാൻ കാര്യം എന്നു ചോദിച്ചാൽ, നമ്മളെ കണ്ട് പേടിക്കാൻ കാര്യം നമ്മുടെ അഭിഷേകം കണ്ടുകൊണ്ടാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. അഭിഷേകം കാണുമ്പോൾ ചിലതൊക്കെ കണ്ടും കാണാതെയൊക്കെ പോകും. എന്നാൽ നമുക്കൊരു സഹായകൻ ഉണ്ടെന്ന് ഉറപ്പോടെ പ്രാർത്ഥിച്ച സൂസൻ എന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ ദാസി, ഹല്ലേലൂയ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി തൊടുകയാ. റാറ്റുമേനെ സുജാസജി പ്രാർത്ഥിച്ചാട്ടെ. ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്റെ മകളെ തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ എല്ലാ നന്മകളും ഇന്ന് രാത്രി ഓപ്പൺ ആകട്ടെ. എല്ലാ നന്മകളും ഓപ്പൺ ആകട്ടെ. റിമാറ്റിയാം ധരേ ജനാസിയ അൽഖമാന വൈദം പ്രവൻ ദുനിയാ ജനം പ്രഭാഷസിയാം ധനാലകശി റവന ജുഡാരകൽ കനകസി. വചനത്തിന് മുമ്പാകെ ഇന്ന് രാത്രി ജനം ഒരുമിച്ച് ഏൽപ്പിച്ചാട്ടെ. എല്ലാവരും പറയണേ. ഞാൻ പറയുന്ന പദം നിങ്ങൾ സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ തുറന്നു പറ. അങ്ങോട്ടവരെ ദൈവാത്മാവ് രാത്രി ബന്ധനം പൊട്ടിക്കാൻ പോകുകയാ. ഞാൻ ശത്രുക്കട മീതെ വാഴുന്നവളായി മാറാൻ പോവാ. ഞാൻ ശത്രുക്കട മീതെ ഞാൻ വാഴുന്നൊരു കർത്താവ് എനിക്ക് ദൈവം. നീ വാഴത്തില്ല, നീ നന്നാകത്തില്ല. നിന്നെ ഇവിടുന്ന് ഞാൻ നിമിഷങ്ങൾക്കകത്ത് കെട്ടുകെട്ടിക്കുമെന്ന് പറഞ്ഞവിടെ നടുവിൽ തുറന്നു പറഞ്ഞാട്ടെ. പിശാചേ, ശത്രുക്കട മീതെ ഞങ്ങൾ വാഴും. ഞാനും എന്റെ തലമുറയും ഈ രാജ്യത്തല്ല ഏത് രാജ്യത്തായാലും ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഉറപ്പോടെ ഇന്ന് രാത്രി ദൈവത്തോട് എല്ലാവരും അല്പസമയം ഭാഷയിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്തു. രാത്രി ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്തു. ഇന്ന് രാത്രി ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്ത നാളുകൾ ദൈവാത്മാവ് ഇന്ന് രാത്രി തുറക്കുകയാണ്. നാസറേനായ യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഈ ജനത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ ദൈവം തന്റെ ജനത്തെ നിറയ്ക്കണം. ഈ ദിവസങ്ങളെ തലമുറയിൽ ചില നന്മകൾ കാണണം. തലമുറയ്ക്ക് വേണ്ടി കുരുകി കിടക്കുന്ന ഉയർച്ചകൾ അത് ആരാധനയിൽ കെട്ടുപൊട്ടി പുറത്തു കൊണ്ടുവരണം. അത്ഭുതകരമായ ചില വിടുതലുകൾ പരിശുദ്ധാത്മാവ് അയക്കേണ്ടതിനായി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറയുടെ പേരിൽ വരേണ്ട എല്ലാ ബ്ലെസ്സിങ്സും എല്ലാ നന്മകളും കർത്താവേ, ആമേൻ, മക്കൾ ആഗ്രഹിക്കുന്ന വിഷയത്തിനകത്ത് നടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി കർത്താവ് അത്ഭുതം എടുക്കണം. വലിയ വിടുതൽ നടക്കണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവം നിറച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഉദ്ധാരങ്ങളുടെ ദൈവം നമ്മുടെ ദൈവം നിശ്ചയമായി മാനിക്കട്ടെ. വചനങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരെയും ഓർത്ത് നന്ദി പറയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.